ഇലക്ഷൻസ് 2026 ഒന്നും തരാത്തൊരു ക്ലൈൻറ്റ് നിന്റെ എല്ലാം നശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് കേരളത്തിൽ ഒരുപാട് ലാസ്റ്റിംഗ് മീ ഓൺ ടോപ്പ് ഓഫ് എ വോയിസ്. നമ്മൾ വിചാരിച്ച ഇവരൊരു ജെന്യൂൻ ആയിട്ട് നോ പറയാനും ബുദ്ധിമുട്ടായിരുന്നു. ഇത് വിളിച്ച വഴിക്ക് ആ മലയാളം വാക്കിൽ അങ്ങനെ തീരെ ഡിസ്ട്രോയ് ചെയ്യും, ഭയങ്കരമായി ബ്ലാസ്റ്റ് ചെയ്ത് ഞാൻ കേരളത്തിലെ ഇന്നൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന ഫോൺ സ്ലാം ചെയ്ത് എനിക്കൊരു കോൾ വന്നു ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന്. പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചിട്ട് എന്നെ ഒന്നും ഇല്ലാതെ ആക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കായി. ഞാൻ ആൻഡ് ഡിസ്ട്രോയ് മൈ യുനോ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഓഫ് കോഴ്സ് ഈ വീക്കിലെ ഹോട്ട് ടോപ്പിക്കായ ഇലക്ഷൻസ് 2026 അലോങ് വിത്ത് ദാറ്റ് എൻ്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് പാർട്ട് 2. ഓക്കെ, പാർട്ട് 1 ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, എന്തായാലും ചെക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓൾറെഡി പറയണം തോന്നി. കാരണം ഞാൻ ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കാണാൻ കഴിഞ്ഞു. ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ സർവീസസ് ആൻഡ് പ്രോഡക്ട്സ് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ പറയണം എന്ന് തോന്നി ഈ വീഡിയോ വഴി. അമേസിങ് ഡെവലപ്മെൻറ്റ്സ് ഏത് രീതിയിലെടുത്താലും ഞാൻ കഴിഞ്ഞ ഒരു 5, 10, 15 ഈവൻ 20 years മുന്നേ എടുത്താൽ പോലും നമ്മൾ പുറത്തുനിന്ന് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ആ ചേഞ്ചിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ എന്നും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് ആ സ്ഥലത്തിന് വരുന്ന മാറ്റങ്ങൾ അത്ര ഓബ്വിയസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ ചേഞ്ചസ് പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ കഴിയുക. അപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ശരിക്കും അപ്രീഷിയബിൾ ആണ്. ആൻഡ് ഞാനിത് പറയുമ്പോൾ ചുമ്മാ പറയുന്നതല്ല. ഞാൻ പ്രോഡക്ട്സ് സർവീസസ് ഓഫ് കോഴ്സ് ഡെലിവറി ഒക്കെ 10-15 മിനിറ്റ്സിൽ അത്രയും ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് അമേസിങ് ആ സർവീസ് ആൻഡ് ട്രാവൽ സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എല്ലാം വളരെ ഓർഗനൈസ്ഡ്. ഊബർ അവൈലബിലിറ്റി ഒക്കെ എത്രയോ നല്ല രീതിയിലാണ് ഡെവലപ്മെൻറ്റ്സ് വന്നിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും അഭിനന്ദനാർഹമാണ്. ആൻഡ് ഞാൻ ഈ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഈവൻ അതർവൈസ് എനിക്ക് യൂസ് ചെയ്യാനും കൂടിയിട്ട് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആൻഡ് ആ പ്രൈസ് ചാർജ് ചെയ്യുന്നതിന് ആ ക്വാളിറ്റി എല്ലാം അമേസിങ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ സർവീസസ് ആൻഡ് പ്രോഡക്റ്റ് ക്വാളിറ്റി ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ദ പീപ്പിൾ ഹു ഹവ് വർക്ക്ഡ് ബിഹൈൻഡ്. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനും ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കിയതിനും ഇങ്ങനൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ക്രിയേഷൻ, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ അതിനെല്ലാം വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും ബിഗ് അപ്രിസിയേഷൻ ആൻഡ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഞാൻ പല ഇന്ത്യൻ ബ്രാൻഡ്സിനെയും ട്രൈ ചെയ്ത് നോക്കി. ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. പണ്ടൊക്കെ നമ്മൾ പറയാം ഇന്ത്യൻ പ്രോഡക്ട്സിന് ക്വാളിറ്റി ഇല്ല, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രോഡക്ട്സ് വരുമ്പോൾ നമ്മൾ കുറേ അപ്രിഷിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യൻ പ്രോഡക്ട്സിനും നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് പ്രോഡക്ട്സ് എനിക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അതിലുപരി കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റി അറിയണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ ഓർഡർ ചെയ്യാൻ ശ്രമിച്ചു. കേരളത്തിലുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ വാങ്ങി. ഞാൻ സ്പെസിഫിക്കലി ഇപ്പോൾ കോസ്മെറ്റിക് റിലേറ്റഡ് പ്രോഡക്ട്സിനെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ വാങ്ങിയ എല്ലാ പ്രോഡക്ട്സും എനിക്ക് ഒരുപാട് നല്ല യൂസ്ഫുള്ളായിട്ട് ആൻഡ് ക്വാളിറ്റി വൈസും അപ്രീഷിയബിളായിട്ട് ആ വാങ്ങുന്ന പ്രൈസിന് വളരെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കോസ്മെറ്റിക് പ്രോഡക്ട്സ് കേരളത്തിൽ ഒരുപാട് ആളുകൾ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും കണ്ടിരുന്നു. എനിക്ക് വാങ്ങാൻ ഞാൻ അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ ദ ഡെലിവറി ടൈം വാസ് 4 to 5 days. എനിക്ക് അത്ര സമയം ഉണ്ടായിരുന്നില്ല, കാരണം പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരാനുള്ള ഒരു ഇതിലായിരുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും കേരളത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ട്രൈ ചെയ്തിട്ട് എന്തായാലും എൻ്റെ റിവ്യൂ എനിക്കിടണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാനത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇലക്ഷൻസ് 2026 അത്ര സർപ്രൈസിങ് ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഓഫ് കോഴ്സ് തമിഴ്നാട് വാസ് എ ബിഗ് സർപ്രൈസ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു. ആൻഡ് ഞാൻ തമിഴ്നാട് പൊളിറ്റിക്സ് അങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല പഴയതുപോലെ. സോ എനിക്കതൊരു സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഒരു പക്ഷേ അത്രയും കീനായിട്ട് മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു എന്താണ് ആക്ച്വൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. പക്ഷേ ഇറ്റ് കെയിം ആസ് എ ബിഗ് സർപ്രൈസ്.
അതല്ലാതെ ഒന്നും സർപ്രൈസിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അപ്പോൾ എൻ്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ. ഒരു 26 ഇയേഴ്സിനൊക്കെ മുന്നേ നടക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ ഏർലി കരിയറിൽ ഞാൻ കോളേജൊക്കെ പാസ് ഔട്ട് ചെയ്ത എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിൽ ഇവൻ ആ 2 ഇയേഴ്സ് ഞാൻ വേരിയസ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഞാനൊരു സ്പെസിഫിക് ഓർഗനൈസേഷന് ഒരു സ്പെസിഫിക് ബ്രാൻഡാണ്, ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡാണ് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു പുതിയ ബ്രാഞ്ച് അവർ സെറ്റപ്പ് ചെയ്യാണ് സ്പെസിഫിക് സ്ഥലത്ത്. ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാനും എൻ്റെ കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ആ പ്രൊഫഷനെ കണ്ടത്. അപ്പോൾ ശരിക്കും നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഓൾറെഡി എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു കമ്പനിയുടെ ബ്രാഞ്ചിനെയും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ നമ്മളൊരു ഡബിൾ ദി എഫേർട്ട് ഇടേണ്ട സിറ്റുവേഷനാണ്. ഡബിൾ അല്ല, നമ്മളൊരു 10 times എഫേർട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു ഇറ്റ്സ് ലൈക്ക് ക്രിയേറ്റിംഗ് സംതിങ് ഫ്രം ദ സ്ക്രാച്ച്, അല്ല ചെറിയൊരു ലെവലിൽ നിന്ന് നമ്മളതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു നോർമൽ ഫുള്ളി സെറ്റപ്പുള്ള ഓർഗനൈസേഷനിൽ പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എഫേർട്ട് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഓർഗനൈസേഷൻ, സ്റ്റാർട്ടപ്സ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ സ്റ്റാർട്ടപ്സിൽ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്കിങ് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എഫേർട്സ് ഇടേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ കരിയർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരുപാട് നമ്മൾ ക്ലയൻറ്റ്സ് മീറ്റിങ്സ് ആൻഡ് ഒരുപാട് ഡിസ്കഷൻ ആൻഡ് കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് ഒരുപാട് ടാലൻറ്റ് പൂൾ, മാൻ പവർ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ടൈമാണ് കേട്ടോ. കാരണം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നെറ്റ്വർക്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരു സ്പെസിഫിക് ബ്രാൻഡ്, കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാൻഡാണ്, ഇവിടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പേര് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അവരൊരു ഹ്യൂജ് രീതിയിൽ GCC എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ആ എക്സ്പാൻഷൻ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കേരളത്തിലെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അവരുടെ ബ്രാഞ്ച് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇപ്പോൾ. അവരുടെ പേരല്ല എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, അവരുടെ രൂപമൊക്കെ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ബ്രാൻഡിൻ്റെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ത്യയിലെ ഒരു പ്രോമിനൻറ്റ് ഇവരുടെ ഓർഗനൈസേഷൻ ഒരു പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റീനെ ഓവർസീസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവരിവിടേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആൻഡ് ഷീ ഈസ് ഹോൾഡിങ് എ വെരി സീനിയർ പൊസിഷൻ. എന്നെക്കാളും ഒരു ഡബിൾ ദ ഏജ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരു മലയാളിയാണെന്ന് കണ്ടാലേ പറയില്ല. അത്രയും വെസ്റ്റേൺ സ്റ്റൈൽ മാത്രമാണ് അവർ ഡ്രസ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒട്ടും ഇന്ത്യൻ എന്ന് തോന്നിക്കുന്ന ബിന്ദിയോ ഡ്രസ്സിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അപ്പോൾ കംപ്ലീറ്റ്ലി വെസ്റ്റേണൈസ്ഡ് ആൻഡ് നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ആൻഡ് ആക്സെൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അതായിരിക്കുമല്ലോ അവർ ഇൻ്റർനാഷണൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഹൈലി വെരി ബ്യൂട്ടിഫുൾ ലേഡി ആൻഡ് എന്നെക്കാളും ഒരു ഡബിൾ ദ ഏജ് ഉണ്ട്. ആൻഡ് ഐ അഡ്മയർഡ് ഹർ. അത്രയും സീനിയർ പൊസിഷനിലിരിക്കുന്ന നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള വുമൺ, ലൈക്ക് നമ്മളൊക്കെ കരിയർ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിനെല്ലാം ആരാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഐ റിയലി ലുക്ക് അറ്റ് ഹർ ആസ് ലൈക്ക് അഡ്മയറിംഗ്ലി ഐ യൂസ് ടു ലുക്ക് അറ്റ് ഹർ. ആൻഡ് അവർ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എക്സ്പാൻഷൻ ഞങ്ങളുടെ ആദ്യം തന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് ഹ്യൂജ് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിന് ഞങ്ങൾക്ക് ഒരുപാട് കൺസൾട്ടൻസേഷൻ നിങ്ങളുടെ വേണം, നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് വേണം, നിങ്ങളുടെ നോളജ് വേണം, ഞങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് വേണം. അങ്ങനെ ഒരുപാട് നേരം നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു അവർ വിളിച്ചിട്ട്. ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു മീറ്റിംഗ് എന്തായാലും അവരുമായിട്ടുണ്ടാവും. ആൻഡ് ദേ യൂസ് ടു കോൾ ലൈക്ക് 1-2 hours നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ നമ്മളിൽ നിന്ന് നോളജ് കിട്ടാനായിട്ട് മാർക്കറ്റിനെ പഠിക്കുകയായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് മനസ്സിലായത് കേട്ടോ. അപ്പം അത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ച ഇവരൊരു ജെന്യുവനായിട്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, അവർക്ക് ആക്ച്വലി നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവർ നമ്മളിൽ നിന്നും പഠിക്കുകയായിരുന്നു. മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണ്, എങ്ങനെ ഗ്രോത്ത് എക്സ്പാൻഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മുടെ കൺസൾട്ടൻസി ത്രൂ അവർ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഫ്രീ ഓഫ് കോസ്റ്റ്.
പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അവർ വിളിച്ചിട്ട് ഒരുപാട് മണിക്കൂറുകളോളം നമ്മൾ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്, ആൻഡ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. ക്ലയൻറ്റ്സ് എല്ലാവരും ലൈക്ക് നമുക്ക് ടീ കോഫി എന്താ നമ്മൾ അത് എൻ്റർടൈൻ ചെയ്യാറില്ല, ബിക്കോസ് അത് ഇറ്റ്സ് ലൈക്ക് ടു മച്ച് ഓഫ് ടൈം കൺസംഷൻ ഫോർ അസ്. അപ്പോൾ കഴിയുന്നതും അങ്ങനെ ഇതെല്ലാം ഓഫർ ചെയ്യുമ്പോൾ നോ എന്ന് പറഞ്ഞിട്ട് പോരാറാണ് പതിവ്. അപ്പോൾ യൂഷ്വലി ദ ഹോസ്പിറ്റാലിറ്റി യൂസ് ടു ബി എക്സ്ട്രീംലി ഗുഡ്. ഏത് ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയാലും ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോഫി, ടീ, സ്നാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് സെർവ് ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. അപ്പോൾ ഇവർ ഒന്നും സെർവ് ചെയ്യുന്നൊന്നും ചെയ്യില്ല, ഈവൻ വാട്ടർ പോലും സെർവ് ചെയ്യില്ല. ആൻഡ് നമ്മളെ ഒരുപാട് 2-3 hours നമ്മളായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു കാര്യങ്ങൾ. ആൻഡ് വി യൂസ് ടു എൻ്റർടൈൻ ഹർ വിത്ത് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ആൻഡ് അഡ്മിറേഷൻ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിത് എക്സ്പെൻസ് ആവുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് ഇവരിൽ നിന്നും ഒരു പ്രോഫിറ്റും ഇല്ല. കാരണം അവർ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ ഒരുപാട് മണിക്കൂറുകളോളം നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഷീ വാസ് ബേസിക്കലി ലേണിംഗ് ലൈക്ക് ഹൗ ഇസ് ദ മാർക്കറ്റ് വർക്കിംഗ് ആൻഡ് ഹൗ ദ പീപ്പിൾ, ഹൗ ഇസ് ദ ക്ലയൻസ്, ഹൗ ഇസ് ദ ടാലൻറ്റ് പൂൾ എന്നൊക്കെ നമ്മളിൽ നിന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. അപ്പോൾ അവേഴ്സ് ടുഗെദർ അവർ നമ്മളെ വിളിച്ച് വരുത്തുമ്പോൾ നമ്മളുടെ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് ഒരു 1 hour എല്ലാം സ്പെൻഡ് ചെയ്യണം. ട്രാഫിക് യൂസ് ടു ബി സോ, അന്നൊക്കെ ട്രാഫിക് വളരെ കൂടുതലായിരുന്നു. റോഡ്സൊക്കെ ട്രാഫിക് ടൈമിൽ ഭയങ്കര കൺജസ്റ്റഡ്, നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. പീക്ക് ടൈമിലൊക്കെ ആണെങ്കിൽ ട്രാഫിക് കൺജഷൻ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് തന്നെ ഒരു 1.5 hours സ്പെൻഡ് ചെയ്ത് അവിടെ എത്തി 2 hours ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് തിരിച്ച് അനത് 1 hour ഒക്കെ വന്ന്, അപ്പോൾ ഒരു ഹോൾ ഡേ ഒക്കെ ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ബട്ട് റിസൾട്ട് ഓർ പ്രോഫിറ്റ് ഇസ് 0 ഫ്രം ഹർ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലയൻ്റ് ആയിരുന്നു. സ്റ്റിൽ നമ്മളൊരു ക്ലയൻറ്റ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മളവരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു 2-3-4 months അവരിങ്ങനെ നമ്മളെ വിളിച്ചിട്ട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടേയിരുന്നു വിത്ത് നോ കോൺക്രീറ്റ് റിസൾട്ട്സ്. ഒന്നും മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ചർച്ചകൾ മാത്രം 3-4 months ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതായതുകൊണ്ട് നമുക്ക് നോ പറയാനും ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കുറേ കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആഫ്റ്റർ 1 month തന്നെ നമ്മളൊരു പക്ഷേ നോ പറഞ്ഞാനെ. ബട്ട് വി ഓൾസോ ടാഗ്ഡ് അലോങ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ദിവസം ഐ വാസ് സിക്ക് ആൻഡ് ഞാൻ സിക്ക് ലീവ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞു. ഐ വെൻറ്റ് ടു ദ ഡോക്ടർ. അങ്ങനെ എന്തോ ഫ്ലൂ ആയിരുന്നു. ആൻഡ് ഐ ടുക്ക് സം ആൻറ്റിബയോട്ടിക്സ്. വന്ന് വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു 10-11 ഒക്കെ ആയി കാണും. അപ്പോൾ എനിക്ക് മോർണിംഗ് തൊട്ടിട്ട് എൻഡ്ലെസ് കോൾസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഐ സോ ദർ വർ സോ മെനി കോൾസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഓഫീസിൽ പോയിട്ട് ഒന്ന് ഇമ്പോർട്ടൻറ്റ് കോൾസെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് വന്ന് റെസ്റ്റ് എടുക്കാം. ആൻഡ് ഐ വാസ് ഫീലിംഗ് ബെറ്റർ ആഫ്റ്റർ ടേക്കിംഗ് ദ ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയി. അപ്പോൾ ഐ അറ്റൻഡഡ് ടു ദ ഇമ്പോർട്ടൻറ്റ് ഓൺ ബോർഡിങ് സെഷൻസ് വിച്ച് വർ ഗോയിങ് ഓൺ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചു, ബിക്കോസ് ഷീ ഹാഡ് കോൾ മീ സോ മെനി ടൈംസ്. അപ്പോൾ എനിക്ക് അറിയാം ദർ ഇസ് നത്തിങ് സീരിയസ് ഗോയിങ് ഓൺ, ബട്ട് സ്റ്റിൽ ആസ് എ കേർട്സി ഐ റിട്ടേൺ ദ കോൾ. ഇത് വിളിച്ച വഴിക്ക് ഷീ സ്റ്റാർട്ടഡ് ബ്ലാസ്റ്റിംഗ് മീ ഓൺ ടോപ്പ് ഓഫ് എ വോയിസ്. അത് ഇങ്ങനെ എന്താണ് സൂര്യൻ ബാക്ക് മലയാളം വാക്കിൽ ഉദിക്കുമ്പോഴാണോ ഓഫീസിൽ വരുന്നത്, ഇതുവരെ കിടന്ന് ഉറങ്ങുകയാണോ നിങ്ങൾ, ഇതാണോ നിങ്ങളുടെ പ്രൊഫഷണലിസം എന്നൊക്കെ പറഞ്ഞത് ശരിക്കും അവരെന്നെ ബ്ലാസ്റ്റ് ചെയ്തു. ക്ലയൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ തന്നെ ബ്ലാസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് ചോദിക്കാം നമ്മളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ലേറ്റ് ആയത്, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലായിരുന്നല്ലോ, എന്ത് ബിസി ആയിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് നമ്മളോട് ചോദിക്കാം എന്നല്ലാതെ നമ്മളെ ഷൗട്ട് ചെയ്യാൻ അവർക്ക് അധികാരമില്ല. കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്പനിക്കാണ്. ആൻഡ് ഷീ ഈസ് ജസ്റ്റ് എ ക്ലയൻറ്റ്. ആൻഡ് അതും ഒരു ബിസിനസ് ഒന്നും തരാത്തൊരു ക്ലയൻറ്റ്, നമുക്ക് വേറെ ലോസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലയൻറ്റാണ്, പ്രോഫിറ്റബിൾ ക്ലയൻറ്റും കൂടിയല്ല. ആൻഡ് ഭയങ്കരമായി ഷൗട്ടിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അത് എന്താണ് റീസൺ, എന്താ നിങ്ങൾ വൈകിയത്? എനിക്കാണെങ്കിൽ ഓൾറെഡി ഇവിടെ വയ്യാതിരിക്കുന്നത് ഞാനാണ് ഇവരുടെ ഷൗട്ടിങ് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തീരെ വയ്യ. അങ്ങനെ ഇവരാണെങ്കിൽ സ്റ്റോപ്പും ചെയ്യുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, മാം നിങ്ങൾക്ക് എന്നെ ഷൗട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മാനേജ്മെൻറ്റിനോട് എൻ്റെ ടീമിനോടാണ്, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല. നിങ്ങൾ എന്നെ വെറുതെ ഞാൻ വയ്യാതിരിക്കുന്നത് എന്നെ ഷൗട്ട് ചെയ്ത് എൻ്റെ ഹെൽത്തിന് വീണ്ടും മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്, സോ പ്ലീസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ആൻഡ് മോർ ഓവർ എനിക്കിങ്ങനെ റോങ്ഫുള്ളി അക്യൂസ് ചെയ്യുന്നത് ഞാൻ മിണ്ടാതെ കേട്ടിരിക്കില്ല. റൈറ്റ്ഫുള്ളി പറയുകയാണെങ്കിൽ ഞാനൊരു പക്ഷെ മിണ്ടാതെ ഇരുന്ന് കേട്ട് പിന്നീട് അവരെ റെക്ടിഫൈ ചെയ്യാൻ പോകുമായിരിക്കാം. പക്ഷെ റോങ്ഫുള്ളി അക്യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. ഞാനത് കേട്ടിരിക്കില്ല. അതിന് എത്ര
സീനിയർ മാനേജ്മെൻറ്റ് ആയാലും എത്ര വലിയ ആളായാലും റോങ്ഫുള്ളി അക്യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ യു പീപ്പിൾ ആണ്. നിങ്ങളെ റോങ്ഫുള്ളി അക്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുമോ? പ്രൊഫഷണലി ഓർ പേഴ്സണലി എനിക്കറിയില്ല. എനിക്ക് റോങ്ഫുള്ളി അക്യൂസ് ചെയ്യുമ്പോൾ ഞാൻ മിണ്ടാതെ കേട്ടിരിക്കില്ല. ഐ കറക്റ്റ് ദം ഇമ്മീഡിയറ്റ്ലി. അപ്പം ഞാൻ ഇവരെ അപ്പം തന്നെ കറക്റ്റ് ചെയ്തു. ആൻഡ് ഷീ അന്നത്തെ കാലത്ത് ഐ ഡോണ്ട് നോ ഈവൻ നൗ മേ ബി ആരും ആരും അങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ല. നമ്മൾ കേട്ടിരിക്കണം എന്നുള്ളതായിരുന്നു ഒരു റൂൾ. മോസ്റ്റ് ഓഫ് ദ ടൈം ആര് ഷൗട്ട് ചെയ്താലും നമ്മൾ കേട്ടിരിക്കണം എന്നുള്ളതാണ് അന്നത്തെയൊക്കെ. അറ്റ്ലീസ്റ്റ് എന്നോട് പെരുമാറിയിരുന്ന മിക്കവാറും ആളുകൾ ഇഫ് ദേ ഷൗട്ട് അറ്റ് യു ഹാവ് ടു ജസ്റ്റ് ലിസൺ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാം എനിക്ക് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഞങ്ങളുടെ ക്ലയൻറ്റാണ്. എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മാനേജ്മെൻറ്റിനോട് എൻ്റെ ടീമിനോടാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾക്ക് എനിക്കൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. പക്ഷേ അത് അവരുടെ ഈഗോ ഹേർട്ടായോ അവരിനി വേറെ എന്തെങ്കിലും സ്ട്രെസ്സിലായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല. അതുകൂടി കേട്ടപ്പോൾ അവർ ഭയങ്കരമായി ബ്ലാസ്റ്റ് ചെയ്ത് എന്നിട്ട് എന്നെ പേഴ്സണലി ത്രെട്ടൻ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. ഞാനൊരു വളരെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. ഞാൻ കേരളത്തിലെ ഇന്നൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് വെരി ഫേമസ് ഫോർ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് കേരള. അപ്പോൾ ഇന്ന സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നതാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ്, നിൻ്റെ കരിയർ, നിൻ്റെ എല്ലാം നശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും കോണ്ടാക്ട്സും ഉള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും നിന്നെ ഡിസ്ട്രോയ് ചെയ്യാം. ആൻഡ് ഞാൻ നിന്നെ ഡിസ്ട്രോയ് ചെയ്യും. എൻ്റെ പൊളിറ്റിക്കൽ പവർ ആൻഡ് ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ നിന്നെ ഇല്ലാതെയാക്കും ഇവിടെ നിന്ന് തന്നെ. അങ്ങനെയൊക്കെ ഒരുപാട് എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്തു തുടങ്ങിയിട്ടോ. ഇവരത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് എനിക്ക് തീരെ വയ്യ. അങ്ങനെ കേട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇവർ ഫോൺ സ്ലാം ചെയ്തിട്ട് പോയിട്ട് അപ്പം ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല. കാരണം ആളുകൾ ദേഷ്യം വരുമ്പോൾ ഹൈപ്പർ ആകുമ്പോൾ പല രീതിയിൽ റിയാക്ട് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാൻ അതിന് സമയം ഉണ്ടാവുള്ളൂ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ആളുകൾ റേസ് ആയിട്ട് പിന്നെ അവർ കാം ഡൗൺ ആവും. ആ ആങ്കർ കുറയുമ്പോൾ അവർ കാം ഡൗൺ ആവും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് അവർ പറയുന്നതോ അവർ ചെയ്യുന്നതോ കാര്യങ്ങൾ അവർ ആക്ച്വലി മീൻ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഒരു പക്ഷേ അവർ അത്ര ആങ്കറിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കാം. ആൻഡ് ഇതൊരു എനിക്കത് വളരെ ഒരു നിസ്സാരമായിട്ടൊരു കാര്യമാണ് തോന്നിയത്. ഞാൻ ലേറ്റായി, എനിക്ക് വയ്യാത്തത് കൊണ്ട് അവർ അന്വേഷിക്കുക പോലും ചെയ്തില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ലേറ്റായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുക്കാതിരുന്നതെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് ഷി ജസ്റ്റ് പൗൺസ്ഡ് ഓൺ മീ. അങ്ങനെ അപ്പോൾ അത് ഞാൻ ഒട്ടും സീരിയസ് ആക്കി എടുത്തില്ല. ആൻഡ് മോറോവർ അത്രയും സീനിയർ ആയിട്ടുള്ള ആളാണ്. അവർക്ക് പ്രൊഫഷണലി ചെയ്യാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അത്രയും സീനിയർ പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നോബഡിയാണ്. എൻ്റെ കരിയർ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല, എൻ്റെ കമ്പനി പോലും പ്രോപ്പറായി എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. അപ്പോൾ എന്നെ പോലത്തെ ഒരാളെ ഡിസ്ട്രോയ് ചെയ്തിട്ട് അവർക്ക് ടൈം വേസ്റ്റ് എന്നല്ലാതെ ഒന്നും അച്ചീവ് ചെയ്യാനില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നോബഡി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് എന്നെ സ്വയം തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കലും അവർ പറഞ്ഞത് ഞാൻ ഒട്ടും സീരിയസ് ആക്കി എടുത്തിരുന്നില്ല. അങ്ങനെ ഹോൾ ഡേ കഴിഞ്ഞു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എനിക്കൊരു കോൾ വന്നു ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന്. എന്നിട്ട് അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് ആരെങ്കിലും ക്ലയൻസ് വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്ലയൻസ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ട് ഒരുപാട് ഷൗട്ട് ചെയ്തു, ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനാണ് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഓഫീസ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതായിട്ടുള്ള ആൾ. കാരണം അത്രയും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ടീമിന് എൻ്റെ മാനേജ്മെൻറ്റിന് അറിയാം ഞാൻ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പുറമത്തെ ഒരാൾക്ക് എനിക്കത് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് എൻ്റെ ടീം ആൻഡ് മാനേജ്മെൻറ്റിനെ കൺവിൻസ് ചെയ്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ആൻഡ് വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ പേഴ്സണലി ത്രെട്ടൻ ചെയ്തു, എൻ്റെ കരിയറും എൻ്റെ കമ്പനി ആൻഡ് ലൈഫ് എല്ലാം ഇല്ലാതെയാക്കും എന്ന്, അവരുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചിട്ട് എന്നെ ഒന്നും ഇല്ലാതെ ആക്കും എന്ന് ത്രെട്ടൻ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൻഡ് വാട്ട് യു തിങ്ക് ഓഫ് ദാറ്റ് എന്ന് ചോദിച്ചു അവരെന്നോട്. അപ്പോൾ ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല. അവർ ആങ്കറിൽ എന്തോ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോ രഹന, ദേ വർ സീരിയസ് ആൻഡ് ദേ ആക്ച്വലി ട്രൈങ് ടു ഡിസ്ട്രോയ് യു എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കായി. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഞാൻ അത്രയും അഡ്മയർ ചെയ്യുന്ന, അത്രയും സക്സസ്ഫുൾ ആൻഡ് സീനിയർ ലെവലിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്നെ ഡിസ്ട്രോയ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഫോൺ എടുക്കാതെ വയ്യാതെ ഫോൺ എടുക്കാതെ ഇരുന്നതിൻ്റെ പേരിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എനിക്ക് മനസ്സിലായില്ല. അതാണ് എനിക്ക് തോന്നുന്നത്, ഒരു സ്പെസിഫിക് ഈഗോ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ ആളുകൾ ഏത് ലെവലും പോകും എന്നുള്ളൊരു ലെസണും കൂടി ഞാൻ ആ ഇൻസിഡൻറ്റിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റിൻ്റെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഇമെയിൽ ID എടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ കമ്പനി എപ്പോഴും അഡ്വർടൈസ് ചെയ്യും. പ്രോമിനൻറ്റ് ന്യൂസ് പേപ്പേഴ്സ്, GCCയിലെ പ്രോമിനൻറ്റ് ന്യൂസ് പേപ്പേഴ്സിലെല്ലാം നന്നായി അഡ്വർടൈസ് ചെയ്തിരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിലുള്ള കോൺടാക്ട്സും എല്ലാം എടുത്തിട്ട്, അതിലത്തെ എല്ലാം ഇമെയിൽ IDs എടുത്തിട്ട് ഇവർ എന്നെ ടെർമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു ഇമെയിൽ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഹെർ ആക്ച്വൽ ഇൻറ്റൻഷൻ വാസ് ടു എൻഡ് മൈ കരിയർ ആൻഡ് ഡിസ്ട്രോയ് മൈ പ്രൊഫഷണൽ ലൈഫ് അല്ലേ. ആൻഡ് അവർ 2-3-4 months ആയിട്ട് പ്രോമിസ് ചെയ്യുന്നത് മില്യൺസ് ഓഫ് ദിർഹംസിൻ്റെ ബിസിനസ്സാണ് ഞങ്ങളുടെ കമ്പനിക്ക്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിക്ക് വേണമെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, അവരങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ഇവരെ ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മില്യൺസ് ഓഫ് ദിർഹംസാണ് നിങ്ങൾക്ക് ലോസ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം അവർ എന്നോട് ഞാൻ പറയുന്നത് കേൾക്കാതെ എന്നോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന്. ഞാൻ പറഞ്ഞു, മാം ഡോണ്ട് ഇങ്ങനെ വെറുതെ ഷൗട്ട് ചെയ്യല്ലേ, പ്ലീസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞതാണ് അവർക്ക് ഹേർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോളജി ഒന്നും വേണ്ട, അവർക്ക് ആകെ വേണ്ടത് എന്നെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അവർ ഞങ്ങളുടെ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുള്ളൂ എന്നാണ് അവർ കൃത്യമായി പറഞ്ഞത്. ഐ ഡോണ്ട് നോ വാട്ട് ആൻഡ് ഹൗ ആൻഡ് വൈ. എൻ്റെ മാനേജ്മെൻറ്റ് അവർ റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വി ട്രസ്റ്റ് ആൻഡ് ബിലീവ് ഇൻ റഹ്ന ആൻഡ് വി പ്രിഫർ ഹർ ടു സ്റ്റേ വിത്ത് അസ് ആൻഡ് വി ഡു നോട്ട് ഇൻറ്റൻഡ് ടു ടെർമിനേറ്റ് ഹർ. അപ്പോൾ അവർക്ക് മില്യൺസ് ഓഫ് ദിർഹംസ് അറ്റ് സ്റ്റേക്കാണ്, എന്നിട്ട് പോലും അവർ എന്നൊപ്പം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. കാരണം ഒരു കമ്പനിക്കും ഓരോ മില്യൺസ് ഓഫ് ദിർഹംസ് കളഞ്ഞിട്ട് ഒരു എംപ്ലോയിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് പഠിച്ച 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലോയൽറ്റി. എൻ്റെ മാനേജ്മെൻറ്റിന് വേണമെങ്കിൽ ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു, എന്നെ ടെർമിനേറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടുമോ കിട്ടില്ലേ എന്ന് നമുക്കറിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് അവർ പ്രോമിസ് ചെയ്തത് മില്യൺസ് ഓഫ് ദിർഹംസ് വർത്ത് ഓഫ് ബിസിനസ്സാണ് എന്നെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. But my management chose to choose me instead of that millions of dirhams. പിന്നെ സെക്കൻഡ് തിങ് എന്താണ്, ആ ഒരു കമ്പനിക്ക് എംപ്ലോയീസിനോടുള്ള എംപ്ലോയീസാണ് പുറമെന്ന് വരുന്ന ഒരാളുടെ ഗോസിപ്പ് ആൻഡ് റോങ് ഇത് കേട്ടിട്ട് ഞങ്ങളുടെ എംപ്ലോയിനെ ടെർമിനേറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയല്ല എന്നെടുത്ത ആ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം അല്ലേ. അത് എനിക്ക് തോന്നുന്നത് ഇവർ ഒരുപാട് ടാലൻറ്റ് മാനേജ് ചെയ്തിട്ടുള്ള ആളുകളാണ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്, ഈവൻ മാർക്കറ്റിലായാലും ആളുകളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ട് അവർക്ക് എന്നെ മനസ്സിലാക്കാനും ആ ക്ലയൻറ്റ് പറഞ്ഞതിനെ മനസ്സിലാക്കാനും ഇതിൽ ആരാണ് പ്രോപ്പറായി ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും ആരാണ് ഇതിൽ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു മാനേജ്മെൻറ്റ് ആയതുകൊണ്ടാണ് അവർ എൻ്റെ ഒപ്പം നിന്നതെന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. മാനേജ്മെൻറ്റിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ ക്ലയൻറ്റ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെയ്യാനായിട്ട് എന്നൊക്കെ അവർക്ക് കൃത്യമായി ഇമോഷൻ ആൻഡ് ഫ്യൂച്ചർ എൻവിഷൻ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ആൻഡ് ദ തേർഡ് ലെസൺ ഐ ലേൺഡ് ഇസ് ദാറ്റ് ചില ആളുകൾക്ക് അവരുടെ ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ they'll go to any extent to destroy your career, destroy your life. ഞാൻ വിചാരിച്ച അവരൊട്ടും സീരിയസ് അല്ല എന്നാണ് അവരത് പറഞ്ഞപ്പോൾ, പക്ഷെ അതല്ല, അവർ സീരിയസ് ആയിരുന്നു. ആൻഡ് അവരുടെ കപ്പാസിറ്റിയിലുള്ള എല്ലാം ചെയ്തു എൻ്റെ കരിയർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തവണ അവർ ഇമെയിലുകൾ അയച്ചു, എല്ലാ പ്രോമിനൻ്റ് ആളുകൾക്കും, എൻ്റെ ഓർഗനൈസേഷനിലുള്ള എല്ലാ പ്രോമിനൻ്റ് ആളുകൾക്കും അവർ ഇമെയിൽ അയച്ചുകൊണ്ടേയിരുന്നു, യു ഹാവ് ടു ടെർമിനേറ്റ് എന്ന് പറഞ്ഞിട്ട്. ബട്ട് മൈ കമ്പനി ആൻഡ് മാനേജ്മെൻറ്റ് ചോസ് ടു സ്റ്റാൻഡ് ബൈ മീ ആൻഡ് സ്റ്റാൻഡ് വിത്ത് മീ. അപ്പോൾ ഇതൊരു വലിയൊരു ലൈഫ് ലോങ് ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു ലെസണാണ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ലെസണാണ് ഞാനിതിൽ നിന്ന് പഠിച്ചത്. അപ്പോൾ
എനിക്ക് ഇതൊന്നും ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് അവരുടെ ആ സ്ട്രെങ്ത് വന്നത് അവർക്ക് ആ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ്. അവർ ഒരുപാട് ട്രൈ ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്, എൻ്റെ ലൈഫും കരിയറെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അവർക്ക് നാട്ടിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളും കൂടിയാണ് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ആൻഡ് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ അത്രയും അഡ്മയർ ചെയ്തിരുന്നു, അത്രയും ഒരു സീനിയർ പൊസിഷനിൽ കണ്ട ഒരു ലേഡി ഇങ്ങനെയൊക്കെ വെഞ്ച്ഫുള്ളായിട്ട് ഒന്നുമല്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോബഡി ആയിട്ടുള്ള എന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ വരുമെന്നുള്ളത് എനിക്കിന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിരുന്നു, എൻ്റെ ആക്ച്വൽ എക്സ്പീരിയൻസ് ആൻഡ് ഒരു വലിയൊരു ലെസണും ആയിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഡിസ്ട്രോയ് ചെയ്യാനും വിചാരിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യാൻ, നമ്മളെ ബിൽഡ് ചെയ്യാനും കഴിയും എന്നുള്ളൊരു വലിയൊരു പാഠം കൂടി അതിൽ നിന്ന് പഠിച്ചു ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഇതുവരെ ഈ കഥയെല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ യുവർ ടൈം ഹിയർ. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. താങ്ക് യു.